ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഊട്ടിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഹോം സ്റ്റേയിൽ ഇന്നലെ രാത്രി നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷായി ചെക്കൗട്ട് ചെയ്ത് പുറത്തിറങ്ങി. അപ്പോൾ ഇനി നമ്മൾ എവിടേക്ക് പോകണം എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് 2 മണിക്കാണ്. അപ്പോൾ നമ്മൾ ഇനി എവിടെ പോകുമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ നമുക്ക് കോണൂർ പോകാമെന്ന് വിചാരിച്ചു. കോണൂർ ഒരു പാർക്കും കാര്യങ്ങളും കുറച്ച് ഡെസ്റ്റിനേഷനും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് റിസോർട്ട് പോവാം. അങ്ങനെ നമ്മൾ കോണൂർ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് കണ്ടു. അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ടെലസ്കോപ്പ് വെച്ച് നോക്കാനും താഴേക്ക് നോക്കാനുള്ളൊരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസിൻ്റെ ഒക്കെ ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി അവിടെ ഒരു എൻട്രി ഫീ ഉണ്ടായിരുന്നു, എന്തോ 10 സംതിങ് എൻട്രി ഫീ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ കോണൂർക്ക് പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് അവിടെ ഒരു പാർക്കിൽ പോയി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രോഡ് ലീവ്ഡ് ആപ്പിൾ ട്രീ ആയിട്ടുള്ള ആംഗോഫോറ സബ്ലൂയിറ്റീന, മലയാളത്തിൽ അതിനെ മൈട്രേസിയ എന്ന് പറയും. അത് 1890 ജനിച്ചതാണ്. 10 അടി വീതി 2 അടി നീളവും ഉള്ള ഈ മരം ചോറ് വെക്കാൻ ആപ്പിൾ ട്രീ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഊട്ടി ലേക്കിലേക്കാണ്. അവിടെ കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡ്രാഗനും ഒക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ കയറി. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോയത് വാക്സ് മ്യൂസിയത്തിലേക്കായിരുന്നു. അവിടെ നമ്മൾ എൻട്രൻസിൽ തന്നെ നമ്മുടെ ബാഹുബലി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉള്ളിൽ ചെല്ലുമ്പോൾ മദർ തെരേസ, അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 14 സെലിബ്രിറ്റീസാണ് അവിടെ ഉള്ളത്. വാക്സിൽ അവർ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ചിലവരുടെ ഫേസൊക്കെ കറക്റ്റായിട്ട് നല്ല ഒറിജിനൽ ആയിട്ടുള്ള ഉണ്ടായിരുന്നു. അതിൻ്റെ എൻട്രി ഫീ വരുന്നത് 200 റുപ്പീസായിരുന്നു.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. റിസോർട്ടിൻ്റെ പേര് വരുന്നത് ദ ലേക്ക് വ്യൂ റിസോർട്ട് എന്നാണ്. ഈ റിസോർട്ട് വളരെ ഒരു പഴക്കമുള്ളൊരു റിസോർട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് റൂം വരുന്നത് ഒരു ലൈക്കിന് വ്യൂ ഉള്ളൊരു റൂംസാണ്. ഫസ്റ്റ് ഒരു 50 റൂംസൊക്കെ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റോയിലാണ് അടുത്തത്. പിന്നെ അതുപോലെ ബാക്കിലേക്കാണ് ഇങ്ങനെ ഒരു റോ ആയിട്ടാണ് ഒരു റൂംസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റിസോർട്ട് വരുന്നത് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും മേലെയാണ് റിസപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതും. ഇവിടെ ഏറ്റവും മേലെയാണ് റെസ്റ്റോറൻറ്റ് റിസപ്ഷനും, പിന്നെ അവിടെയും കുറേ റൂംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ റിസോർട്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വ്യൂസൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഏത് സ്ഥലത്താണ് നിൽക്കണ അറിയോ? നമ്മൾ ഊട്ടി സ്ഥലത്താണ് നിൽക്കണേ. ഒക്കെ നല്ല തണുപ്പായി. നമ്മൾക്ക് എൻ്റെ വീട് കാണിച്ചു തരും. ഓക്കെ, സ്റ്റെപ്പ് നല്ല തണുപ്പത്തായിരിക്കും. എവിടേക്കാ പോണേ? നമ്മളെ വീട്ടിക്കാൻ പോണേ. വീട്ടിക്കോ? റൂമിക്കല്ലേ? നമ്മൾ റൂമിക്കാൻ പോണേ. റൂമ് കാണിച്ചു തരാം. അങ്ങനെ കുറേ സ്റ്റെപ്പ് ഉണ്ടാവും. നമ്മള് റൂമില് എത്താനായിട്ടോ. നമ്മുടെ ഇതാണ് സ്റ്റെപ്പ്. ഇത് കേറാം. അപ്പൊ നമ്മളെ റൂമെത്തി. ഇതാണ് പുല്ലാണ്. തന്നെ ഇത് നോക്കാനാ. നമുക്ക് റൂം വെച്ച് ഒരു സ്റ്റെപ്പ്. നല്ല മഞ്ഞുണ്ട്. ഇപ്പൊ ഒന്നും മരൊക്കെ മഞ്ഞാണ്. മഞ്ഞത്തോടെ നമ്മൾക്കൊന്ന് കാണാൻ പറ്റില്ല. ശരിക്കും മഞ്ഞാണ്. നമ്മുടെ ഡോർ തുറക്കാൻ പോവാണ്.
ഇതാരായിരിക്കണ്? കുട്ടി നമ്മുടെ റൂമുണ്ട്. നമ്മുടെ നമുക്ക് നമുക്ക് ഷൂ ഇട്ട് കാണിച്ചു തരാം. ഷൂരിട്ട് എന്തിനാ കാണിച്ചു കൊടുക്കുന്നത്? അല്ല ബഡ്ഡി ചാടാനാവും. അല്ല അല്ല ഇതൊക്കെ ഇവിടെ വെക്കാം. അവിടെ ഈ ബെഡാണ്, ടി വി ഉണ്ട് അവിടെ. അത് നമ്മളെ കണ്ടോ നമ്മുടെ സീറ്റും ഇതും കണ്ണാടി വലിയ കണ്ണാടിയാണ്. എങ്ങനെയുണ്ട് വ്യൂ? സൂപ്പറാ? തണുപ്പുണ്ടോ? അടിപൊളിയാ. അങ്ങനെ നേരം വെളുത്ത് അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ റൂമിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ളൊരു റിസോർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത്യാവശ്യം സ്ഥലമുണ്ടെന്ന് നടക്കാൻ. അപ്പോൾ നമ്മൾ എന്തായാലും നടന്നിട്ടൊന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ഒരു സൗണ്ടൊന്നുമില്ല, ഒരു കിളിയുള്ള സൗണ്ടുകൾ മാത്രമായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഫ്രഷായിട്ടുള്ളൊരു നമുക്കൊരു ഫീലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല റിസോർട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു മോർണിംഗ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടന്ന് താഴെ പോയപ്പോഴാണ് ഒരു കുഞ്ഞൊരു ചിൽഡ്രൻസ് പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, കുറച്ചൊരു ഊഞ്ഞാലും ഇതുപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ മാത്രമായിട്ട്. അപ്പോൾ അസാറ അതിൽ ഭയങ്കരമായിട്ട് കളിച്ചു, അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഊട്ടി ലേക്ക് ഉണ്ട്. അവിടെ നേരെ ഫസ്റ്റ് റൂമുകളിലൊക്കെ നോക്കിയാലും ലൈക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ബാക്കിക്കായിട്ടാണ് റൂമുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം റൂംസ് ഉണ്ട് ഇവിടെ. ഇതുപോലെ ഓരോ ആയിട്ടാണ് ഒരുപാട് സ്ഥലത്ത് ഒരേപോലത്തെ വീടുകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ദൂരത്തു നിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു.
ഇതാണ് നമ്മുടെ മെയിൻ റിസപ്ഷൻ. ഇവിടെ ഹോട്ടലുണ്ട്, ഫുഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ലാസ്റ്റ് റൂമുകളൊക്കെ ഇവിടെ വരുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റും മെയിൻ എൻട്രൻസും ഒക്കെ ഇവിടെയാണ്. പിന്നെ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഒരുപാട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്, ഓരോ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അവരുടെ വണ്ടിയിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു പോന്നു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ കറങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മളൊരു സ്ഥലം കണ്ടത്. ഇവിടെ ഒരുപാട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണെന്ന് കേട്ട്. പണ്ട് ഇവിടെ ഓപ്പൺ ആയിരുന്നു, ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് എൻട്രൻസ് ഫീ ഒക്കെ വെച്ചിട്ടുണ്ട് എന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും കയറിയില്ല. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ വിട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഊട്ടിയിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്നപ്പോൾ രാത്രിയായിരുന്നു. അപ്പോൾ തിരിച്ച് പോകുമ്പോഴാണ് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോ അതുപോലെ പോകാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.